ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകും കേട്ടോ. ഞാനും എൻ്റെ കസിനും കൂടിയിട്ടാണ് പോകുന്നത്. നോമ്പ് അവസാനത്തെ പത്തൊക്കെയായി. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി കോഴിക്കോട് സ്റ്റേഷനിലെത്തി. അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ നമ്മുടെ മിഠായി തെരുവിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ആ മിഠായി തെരുവിൻ്റെ എൻട്രിൻ്റെ അവിടെ ഒരു ഇഫ്താർ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. എന്നിട്ട് നമ്മൾ രാവിലെ 8:45 ആ ടൈമിൽ എന്താണ് ട്രെയിനിന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു കുരങ്ങനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ട് ഇഷ്ടമായപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ബാഗ്സിൻ്റെ കളക്ഷനും അല്ലാതെയും ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ബാഗ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. നമ്മൾ മെയിനായിട്ട് വന്നത് ഈ ഒരു ഷോപ്പിൽ കേട്ടോ, കഷ്ക. അവിടെയാണ് ജീൻസിൻ്റെ കളക്ഷൻസും വെസ്റ്റേൺ വെയർസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആ ഒരു ഷോപ്പ് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലാണ് ഈ ജീൻസ്, ടീഷർട്ട്സ്, അങ്ങനത്തെ ടൈറ്റ്സ് കാര്യങ്ങൾ, ക്രോപ്പ് ടോപ്സ്, അങ്ങനത്തെ പല സംഭവങ്ങളും കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. പിന്നെ അഫോർഡബിൾ പ്രൈസുമാണ്. അപ്പോൾ ഞാനിവിടെ വരുന്നത് ഒരു 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ 2 പാൻറ്റും ഷോളും ടോപ്പൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെയും ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മെൻസിൻ്റെ ഷോപ്പിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ അവനക്കൊരു പാൻറ്റൊക്കെ ഇഷ്ടമായപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്തൊക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ വീണ്ടും ഒരു ബാഗിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറി വെക്കുന്നേ ഉള്ളൂ. അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ചെപ്പൽസും ചെറിയ കുട്ടികളെ ക്രോപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 12:30 ആയപ്പോൾ തന്നെ തിരിച്ച് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പോൾ സൂപ്പർ ഫാസ്റ്റിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു, കാലെത്താൻ സ്ഥലമില്ലായിരുന്നു. പക്ഷെ നമുക്ക് പോകുമ്പോൾ ലോക്കലായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 1:30 ആകുമ്പോഴാണ് ട്രെയിൻ വന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരു സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓപ്പോസിറ്റ് സീറ്റൊക്കെ കാലിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അതുവരെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് കുട്ടീനൊന്ന് കുറച്ച് നേരം നമ്മളെ അടുത്ത് നോക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ തിരൂർ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.